കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ നഗരസഭയുടെ ബജറ്റ് തട്ടിക്കൂട്ടാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. ബജറ്റ് ചർച്ചയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ 2026-27 ബജറ്റ് തട്ടിക്കൂട്ട് ബജറ്റാണെന്നും പൊള്ളയായ കാര്യങ്ങളാണ് ബജറ്റിൽ ഉള്ളതെന്നും ആരോപിച്ച് പ്രതിപക്ഷ LDF കൗൺസിലർമാർ ചർച്ചായോഗം ബഹിഷ്കരിച്ചു. തിങ്കളാഴ്ച വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം അവതരിപ്പിച്ച ബജറ്റിന്റെ ചർച്ചായോഗത്തിൽ നിന്നാണ് LDFന്റെ 7 കൗൺസിലർമാർ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. കിഫ്ബിയെ എതിർക്കുകയും എന്നാൽ അതേ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളെ സ്വന്തം നേട്ടമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് നഗരസഭ ഭരണാധികാരികളുടെ ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റ് ചർച്ച ചെയ്യുന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ചന്ദ്രശേഖർ നായർ ഇൻഡോർ സ്റ്റേഡിയത്തിനായി അനുവദിച്ച ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചില്ലെന്നും ക്രമറ്റേറിയം 2ാം ഘട്ടം, പ്രകൃതി ദുരന്ത നിവാരണ പദ്ധതികൾ, പകർച്ചവ്യാധി പ്രതിരോധം, ഫയർഫോഴ്സ് മന്ദിരം എന്നിവയെക്കുറിച്ച് ബജറ്റിൽ പരാമർശിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കിഫ്ബി എതിർക്കുകയും അതിന്റെ ഫണ്ട് മേടിച്ച് ഇവിടുത്തെ വികസന പ്രവർത്തനം നടത്തുകയും ചെയ്യുകയും എന്നിട്ട് കിഫ്ബിക്കെതിരായി പറയുകയും ചെയ്യുന്ന മൂവാറ്റുപുഴ നഗരസഭാ ഭരണാധികാരികളുടെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൂടാതെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് അനുവദിച്ച ഫണ്ട് പൂർണ്ണമായി വിനിയോഗിക്കപ്പെടാതിരിക്കുകയും മൂവാറ്റുപുഴ നഗരസഭയുടെ എല്ലാ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളും ഇടതുപക്ഷ ഭരിക്കുന്ന സമയത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ ആസ്തിയിൽ നിന്ന് ഒരു കെട്ടിടം പോലും വരുമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കുവാനായിട്ട് അതിന് പ്രപ്പോസൽ വയ്ക്കാൻ പോലും ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ക്രിമിറ്റോറിയത്തിൻ്റെ 2ാം ഭാഗം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പ്രകൃതി ദുരന്ത നിവാരണത്തിനും പകർച്ചവ്യാധികൾ നേരിടുന്ന സമയങ്ങളിൽ അതിനുള്ള പ്രതിരോധം തീർക്കുന്നതിനായിട്ടുള്ള ഒരു നടപടിയും ഈ ബഡ്ജറ്റിലില്ല. ഫയർഫോഴ്സ് മന്ദിരം കെട്ടിടക്കുന്ന ഭാഗത്തുള്ള കെട്ടിടം പണിയുന്നതിനെ പറ്റിയുള്ള ഒരു പദ്ധതികൾ, അങ്ങനെ വെറുതെ ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബഡ്ജറ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ള പൊള്ളയായ കാര്യങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കൗൺസിലർമാരും ഇന്ന് സഭ ബഹിഷ്കരിച്ച് ഇവിടെ പ്രതിഷേധ ധർണ്ണ നടത്തിയാണ്. ഇതൊരു തട്ടിക്കൂട്ട് ബജറ്റാണെന്ന് ആരോപിച്ചാണ് ഇടതുപക്ഷ കൗൺസിലർമാർ പ്രതിഷേധമായി രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.